ഹായ് ഫ്രണ്ട്സ്, കണ്ടത്തിൽ നിന്ന് ചൂണ്ടയിട്ട് നല്ല കിടിലൻ ചെമ്പല്ലിയെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലൂടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കാണുന്നവര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് ഞാനും എന്റെ കസിൻസും കൂടെ കണ്ടത്തിലോട്ട് വന്നതാണ് കുറച്ച് ചെമ്പല്ലിയൊക്കെ ഇന്ന് പിടിച്ച് നല്ല വാർത്ത അങ്ങോട്ട് അടിക്കാൻ വേണ്ടി. അപ്പോൾ എന്നെക്കാളും നല്ല എക്സ്പേർട്ട് ആണ് എന്റെ ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു കസിൻ കൊച്ചാണ്. അവള് മിനിറ്റുകൾക്ക് ഓരോന്നോരോന്ന് പിടിക്കും. ഞാൻ അത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് ചെമ്പല്ലി അല്ലെങ്കിൽ കല്ലേമുട്ടി എന്നൊക്കെ പറയും. ഇത് വറുത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഈ കണ്ടത്തിനടുത്തും ഈ ആറ്റിനരികെ താമസിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ അറിയാത്തവരൊക്കെ പോയി ചൂണ്ടയിട്ട് ഒരു മണിക്കൂർ നിന്നാൽ പോലും ഒരു മീനെ പോലും കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ തീറ്റയൊക്കെ ആ മീനെ കളിപ്പിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇവരെ അങ്ങനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ നമ്മൾ കുറെ നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മീനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കിട്ടുന്ന ആ ക്വാണ്ടിറ്റിയിലല്ല, പക്ഷെ നമുക്ക് ആ കിട്ടുന്ന കഷ്ടപ്പാടിന്റെ ഒരു റിവാർഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പല്ലി. കാണാത്തവരൊന്നുകൂടെ കണ്ടു, നല്ല പെടയ്ക്കുന്ന ചെമ്പല്ലി. ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം അങ്ങോട്ട് കണ്ടത്തിലോട്ട് കയറ്റിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കുഞ്ഞു മീനുകളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ വലിയ മീനുകളൊക്കെ ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സ്ഥലമേ ഉള്ളൂ പോളയൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അപ്പുറത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഈ പോള നിറഞ്ഞിരിക്കുന്നത് നല്ല തണലുള്ള സ്ഥലത്താണ് ചിലപ്പോൾ മീനുകളൊക്കെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പടപടേ ഇഷ്ടം പോലെ മീനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. മീൻ ചൂണ്ടയെ കൊത്തിയതിന് ശേഷം നമ്മൾ അതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടോണം. അതിൻ്റെ ഒരു തലഭാഗത്ത് നമ്മൾ പിടിച്ചിട്ട് ആ ചൂണ്ടയുടെ അറ്റം നമ്മൾ ഇങ്ങനെ വലിച്ച് ഇറക്കുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളെടുത്ത് ആ ഒരു പാത്രത്തിനകത്ത് ഇടുകയാണ്. ഇപ്പോൾ നമുക്കൊരു 5-10 മീനെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അടുത്ത മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചൂണ്ട പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ക്ഷമയൊക്കെ വേണം. നമുക്ക് ഈ ധൃതിയൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റിയ പണിയല്ല. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ പറയത്തില്ലേ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത്. ഞാൻ ചൂണ്ടയിടുന്ന വീഡിയോ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചൂണ്ടയിട്ട് വെള്ളത്തിൽ ഇടുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഈ മീനെ കിട്ടിയിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് അസാധ്യമാണ്. അതിന് മുതിർന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കളം വിട്ട് ഇവർക്ക് ഒഴിഞ്ഞു കൊടുത്തത്. മീൻ പിടിക്കുന്നത് കാണാൻ നമ്മുടെ ഒരു സുഹൃത്തോട് എത്തിയിട്ടുണ്ട്. അവൻ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മീനെ പിടിച്ചു, ഞാൻ അതെല്ലാം റെഡിയാക്കി തന്നേക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അവന്. നമുക്ക് കിട്ടുന്ന ഈ മീനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനെ പിടിച്ച് ഒരു കുടത്തിനകത്തോ ഒരു ബക്കറ്റിനകത്തോ വെള്ളത്തിനകത്തോ ഒഴിച്ചിട്ടാൽ മതി. ഓരോ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ മീനെ വെള്ളം ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് വറക്കാനും മീൻ കൂട്ടാനൊക്കെ വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടുന്ന് ഇച്ചിരിയുടെ മുഴുത്ത ഒരു ചെമ്പലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പിടിച്ച മീനെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളെ പിടിച്ച ചെമ്പല്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.